ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വ്ലോഗാണ് കേട്ടോ. ഞാനത് തിരുവോണത്തിൻ്റെ പിറ്റേന്ന്, അതായത് അവിട്ടത്തിൻ്റെ അന്ന് എടുത്തതാണ്. പക്ഷേ പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്തൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ അവിട്ടത്തിൻ്റെ അന്ന് എൻ്റെ അച്ഛൻ്റെ 60ാം പിറന്നാളായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഓണം വ്ലോഗിൽ പറഞ്ഞ പോലെ കോട്ടയത്ത് ഹസ്ബൻഡ് വീട്ടിലായിരുന്നു തിരുവോണം. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. അവിട്ടത്തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അപ്പം അവിടെ വന്നിട്ട് ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞാൻ ഇത്തവണ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. കുറേ നാളായിട്ട് എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഈ കേക്കിനെ കുറിച്ച് കാണാറുണ്ട്. പലരും ഇങ്ങനെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് സെല്ല് ചെയ്യുന്നൊക്കെ ഉണ്ട് ഈ കേക്ക്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഒരു റെസിപ്പി ഞാൻ കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ ഒരു കേക്ക് ഉണ്ടാക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം ഷെയർ ചെയ്യുന്നത്. അതായത് കരിക്ക് പുഡിങ് ലെയർ ചെയ്തിട്ടുള്ള കേക്കാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഒരു കരിക്ക് പുഡിങ് ഉണ്ടാക്കണം. അതിനായിട്ടുള്ള കരിക്ക് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിക്കിൻ്റെ വെള്ളം തന്നെ ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ കേക്കിൻ്റെയും അളവെല്ലാം, ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കരിക്ക് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമില്ല, അത് കൂടുതലും നല്ലതാണ്. നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് കരിക്കിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതുപോലെ കിടന്നാലും കുഴപ്പമില്ല. എന്തായാലും നല്ല തിക്കായിട്ട് ഇതുപോലെ അരച്ച് വെക്കാം. പിന്നെ നമുക്ക് ചൈനാഗ്രാസ് വേണം. ഇതിന് പകരം ജെലാറ്റിൻ യൂസ് ചെയ്യാവോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ചൈനാഗ്രാസ് ആയിരിക്കും കൂടുതലും നല്ലത്. കാരണം പുഡിങ് നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടണം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കേക്കിൻ്റെ ഉള്ളിൽ ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചൈനാഗ്രാസ് ഞാനൊരു പാനിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നല്ലതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കണം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൈനാഗ്രാസ് ഇതേ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം. നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ പാലൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വരുന്ന അതേ സമയത്ത് തന്നെ ചൈനാഗ്രാസും ഉരുക്കിയെടുക്കണം. കാരണം അത് റെഡിയായി വരുമ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്ന ചൈനാഗ്രാസ് ആണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് വേറൊരു ബർണറിലോട്ട് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാൻ പോവാണ്. ഇത് ഫുള്ള് അലിഞ്ഞ് നല്ല വെള്ളം പോലെ ആയി വരണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പാനിൽ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ചൂടായാൽ മതി. പാല് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് നമ്മളിനി കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പുഡിങ്ങിന് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കേക്കിൻ്റെ ഇടയ്ക്ക് ലെയർ ചെയ്യുന്നതല്ലേ, അപ്പോൾ കേക്കിനും മധുരം ഉണ്ടാവും, അതിൻ്റെ ക്രീമിനും മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മധുരം കുറവായിട്ട് പുഡിങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം. പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇല്ലാതെയും പുഡിങ് ഉണ്ടാക്കാം, കുഴപ്പമില്ല. പക്ഷേ അത് ചേർക്കുമ്പം അത് കുറച്ചും കൂടെ ഒന്ന് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കുറച്ചും കൂടി ചേർത്താൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ചൈനാഗ്രാസ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരച്ചു വെച്ച കരിക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ചൈനാഗ്രാസും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ ഈ പുഡിങ്ങിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളക്കണം കേട്ടോ, കട്ട പിടിച്ചു പോകാതെ നല്ലതായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് അതുപോലെ തന്നെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ചൈനാഗ്രാസ് എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ടാണ്.
അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഞാൻ ഇന്ന് 8 ഇഞ്ചിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന അളവിൽ വേണം പുഡിംഗ് റെഡിയാക്കാൻ. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കേക്ക് ടിന്നാണ്, അത് തന്നെ വേണം എന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏകദേശം ഈ ഒരു അളവിനുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ കട്ടി കൂടി പോവാതെ നോക്കണം കേട്ടോ. ചെറിയൊരു ലെയർ മതി, കാരണം അല്ലെങ്കിൽ കേക്കിൻ്റെ ഉള്ളിൽ വെക്കുമ്പം പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കട്ടി കൂടി പോകും, മനസ്സിലായോ? അപ്പോൾ ചെറിയൊരു ലെയർ മാത്രം ഒഴിച്ചാൽ മതി. ഇത്രയും മതി. ഇതുപോലെ തന്നെ അടുത്ത പാത്രത്തിൽ ഒഴിക്കാം. ശരിക്കും ഞാൻ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കിയത് കുറച്ച് കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു അളവ് അറിയാത്തതുകൊണ്ട് കൂടിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. ആ ഒരു പകുതി അളവിലാണ് ഞാൻ താഴെ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളതും അത്രയും വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി പുഡിങ്ങിൻ്റെ മിക്സ് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വെറുതെ പുഡിങ്ങായിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് സെറ്റായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി വെക്കാം. കേക്ക് ഒന്ന് തണുത്തൊക്കെ വരുമ്പം ഇതും സെറ്റായി വരും. അപ്പോൾ കേക്കിന് ആവശ്യമുള്ള മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും നന്നായിട്ട് എല്ലാ മൈദയിൽ ഒരുപോലെ മിക്സായി വരണം. ഇനി ഒരു ബൗളിൽ കുറച്ച് ബട്ടർ എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് ടെൻഡർ കോക്കനട്ട് കേക്ക് ആണെങ്കിൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കേക്കിന് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് നല്ലൊരു ക്രീം പോലെ ആയി വരണം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാത്ത കേക്ക് ആയതുകൊണ്ട് ഇത് ബീറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇത് കണ്ടോ, നല്ല ക്രീം പോലെ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഇനി ഇതിൽ നമുക്ക് മുട്ട ചേർക്കാം. 4 മുട്ടയാണ് വേണ്ടത്. മുട്ടയ്ക്ക് ഒട്ടും തണുപ്പ് കാണരുത്. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം വേണ്ട, ഒരു 30 സെക്കൻഡ് ഓരോ മുട്ടയും ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് കുറച്ച് വലിയ കേക്കാണ് കേട്ടോ. ഒരു 8 ഇഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള അളവാണ്. അപ്പം അതുകൊണ്ടാണ് മുട്ടയൊക്കെ കൂടുതൽ വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതിയായിട്ട് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. വീട്ടിൽ ചെയ്യുമ്പോൾ ചെറിയ കേക്കായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതുപോലെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും ചേർത്ത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കോക്കനട്ട് എസൻസ് ആണ്. വാനില എസൻസിന് പകരം നമ്മൾ കോക്കനട്ട് എസൻസ് ആണ് ചേർക്കുന്നത്. നല്ലൊരു ടെൻഡർ കോക്കനട്ട് കേക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് സഹായിക്കും. ഇത് ഈ ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അല്ലാതെ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ ഇതുപോലെ ഈ പൈനാപ്പിൾ എസൻസ് ഒക്കെ വെച്ചേക്കുമല്ലോ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയാൻ കിട്ടും. അപ്പോൾ ഈ കോക്കനട്ട് എസൻസ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ വാനില എസൻസ് ചേർക്കുന്നതിൻ്റെ അത്രയും ആവശ്യമില്ല. ഞാനൊരു 3-4 തുള്ളിയാണ് ചേർത്തത്, അത്രയും മതി. കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭയങ്കര കടുത്തൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസ് ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയും അതുപോലെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് രണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ചൂട് പാലോ തണുത്ത പാലോ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഒത്തിരി ഓവറായിട്ട് മിക്സ് ചെയ്യാതെ നോക്കണം. അപ്പോൾ ബീറ്റർ ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ, ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതേ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ബാറ്റർ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും.
അപ്പോൾ കേക്ക് പാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 8 ഇഞ്ച് കേക്കിനുള്ള ബാറ്ററാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരു പാൻ കണ്ടോ കുറച്ച് വലുതാണ്, ഹൈറ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് 2 കേക്കിനുള്ള ബാറ്റർ ഒഴിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ 2 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ലെവലായി വരാനും ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ കുക്കറിലോ അല്ലെങ്കിൽ പാനിലോ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്യാം. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. ഞാനിതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിരുന്ന ഓവനാണ് കേട്ടോ. 180 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റാണ് ഞാൻ ആദ്യം ഇത് സമയം സെറ്റ് ചെയ്തത്. പക്ഷേ എനിക്കൊരു 40 മിനിറ്റ് എടുത്തു ഈ കേക്ക് റെഡി ആവാനായിട്ട്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഞാനത് വെച്ചായിരുന്നു. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് റെഡിയായി വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, മുകളിൽ ആ ഒരു ബ്രൗൺ കളർ വന്നില്ല. പക്ഷേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. മുകളിൽ ആ ഒരു കളർ വന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ ഈ പാനിൽ നിന്ന് മാറ്റുവാണ്. കണ്ടല്ലോ, നല്ല ബാക്കൊക്കെ കണ്ടാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കേക്ക് വലുതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്കൊന്ന് ലെയർ ചെയ്ത് കട്ട് ചെയ്ത് രണ്ടാക്കണം. എൻ്റെ കേക്ക് കട്ടർ കേടായിപ്പോയി. അപ്പോൾ ഞാനിത് ഇതുപോലെ നൈഫ് വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഞാൻ ചെറിയൊരു ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചില കേക്കുകൾക്ക് മുകളിൽ ചെറുതായിട്ടൊരു ഒട്ടൽ പോലെ ഉണ്ടാവും. അപ്പോൾ ലെയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ചെറിയ ലെയർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നല്ലൊരു ഷേപ്പും കിട്ടും, ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് അങ്ങ് മാറുകയും ചെയ്യും. ഇനി ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 3 ലെയറും കേക്കും റെഡിയായി. ഇനി നമുക്ക് ക്രീമൊക്കെ വെച്ചത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ആദ്യത്തെ ഒരു ലെയർ കേക്ക് വയ്ക്കാം. പിന്നെ ഞാൻ എൻ്റെ കേക്കുകളിൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാറില്ല. എനിക്കെന്തോ അത് ഉപയോഗിക്കുമ്പോൾ കേക്കിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓരോ കേക്കിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇവിടെ പുഡിങ് എടുക്കാൻ പോവാണ്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആദ്യം ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ താഴെ ഒരു പാർച്ച്മെന്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ വെച്ചിരുന്നെങ്കിൽ ഇത് ഇളക്കി എടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. ആ ഒരു ഐഡിയ എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് അത് തോന്നുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചാൽ ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയൊരു ലെയർ മാത്രമേ പുഡിങ് പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ലെയർ ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ നല്ലോണം ഒന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് വെറുതെ വിപ്പിംഗ് ക്രീം മാത്രമാണ് കേട്ടോ. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. വേറൊരു ഫ്ലേവറും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇനി പുഡിങ്ങിൻ്റെ സെൻറ്ററിലും കൂടി കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെയർ കേക്ക് വയ്ക്കുമ്പോൾ പുഡിങ് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേക്ക്. അതുകൊണ്ട് കുറച്ച് ക്രീം ഒന്ന് ആ പുഡിങ്ങിൻ്റെ മുകളിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്ത ലെയർ കേക്ക് വയ്ക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ പുഡിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അടുത്ത പുഡിങ് ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് പൊടിഞ്ഞൊക്കെ പോയി. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലെയർ ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അത് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ക്രീം തേച്ച് കവർ ചെയ്തെടുക്കാം. ഞാനിതിനകത്ത് ഒത്തിരി ക്രീം തേക്കുന്നില്ല, കാരണം
അച്ഛനും അമ്മയ്ക്കൊന്നും ഒരുപാട് ക്രീം ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ദേ ഇവിടെ കേക്ക് ഞാൻ ഒരുവിധം ഒന്ന് ക്രീം തേച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിൽട്ടൻ്റെ ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ റോസസ് ചെയ്ത് കൊടുക്കാം. റോസസ് ഒന്നും ചെയ്തത് ശരിയായില്ല. ഞാൻ ശരിക്കും നല്ല ക്ഷീണിച്ചായിരുന്നു കേട്ടോ ഈ സമയമൊക്കെ ആയപ്പോൾ, വൈകിട്ടായിപ്പോൾ. കാരണം തലേ ദിവസം ഓണമായിരുന്നല്ലോ, അപ്പോൾ അതും നല്ല പണിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് രാത്രി 10-11 മണിയായി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ എഴുന്നേറ്റ് രാവിലെ മുതൽ ഇതിൻ്റെ പണികൾ തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും വൈകിട്ട് രാത്രി ആയപ്പോൾ നല്ല ക്ഷീണമായി. ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കേക്കൊക്കെ അങ്ങ് ചെയ്ത് തീർത്തു. പിന്നെ അതേ സ്റ്റാർ ടിപ്പ് വെച്ച് തന്നെ അകത്ത് വെറുതെ ഇങ്ങനെ ഫ്ലവേഴ്സും കൂടി ചെയ്തു. സൈഡിലൊരു ബോർഡറും കൂടി ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കേക്ക് റെഡിയായി. എൻ്റെ കയ്യിലൊരു ഹാപ്പി ബർത്ത്ഡേ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അതും കൂടി വെച്ചു. അപ്പോൾ കേക്ക് റെഡി. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, റെസിപ്പി ഒന്നും നോക്കാതെ ചെയ്തതായതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നന്നായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഫുഡും കൂടി ഉണ്ടാക്കി. ഇതിനിടയ്ക്ക് തന്നെ ഫുഡും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതാണ് ആകെ തിരക്കും ക്ഷീണമൊക്കെ ആയത്. കുറച്ച് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല, ഒരു ദം ചിക്കൻ ബിരിയാണി കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഓണത്തിനൊക്കെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തു. അപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ. രാത്രിയായി, 8:30-9 മണിയായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ കേക്ക് ഞാൻ കട്ട് ചെയ്തത് കാണിക്കാം. കണ്ടോ, ഉള്ളിൽ ആ ഒരു പുഡിംഗ് ലെയർ ഉണ്ട്, 2 ലെയർ ഉണ്ട്. ഞാൻ കട്ട് ചെയ്ത വഴിക്ക് ഒരെണ്ണം പോയതാണ്. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേക്കിനാണെങ്കിൽ ചെറിയ ഒരു കോക്കനട്ട് ഫ്ലേവറൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇടയ്ക്ക് ആ പുഡിങ്ങും കരിക്കും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും വലുതായിട്ടല്ലെങ്കിലും ചെറിയൊരളവിലെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഒരു ചേഞ്ചിനായിട്ട് ബിരിയാണി വാഴയിലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണ് കുറേ ദിവസം കൊണ്ട് വാഴയിലയിൽ കഴിക്കാൻ ആഗ്രഹം. അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വെറുതെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മ പപ്പടവും റീത്തയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.